പാളയത്ത് നിന്ന് മ്യൂസിയത്തോട്ട് പോകുന്ന വഴിക്ക് എത്ര കണ്ടാലും ഒന്നുകൂടെ നോക്കി പോകുന്ന വളരെ മനോഹരമായൊരു പള്ളിയുണ്ട്. നമ്മളൊക്കെ LMS ചർച്ച് എന്ന് വിളിക്കുന്ന മെറ്റീർ മെമ്മോറിയൽ CSI ചർച്ച്. ഹോൾ ചർച്ച് നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിയെ ഐറിഷ് ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. സ്ക്വയർ ഷേപ്പ് ബെൽ ടവറും വെസ്റ്റിബ്യൂളും ഗോത്തിക് സ്റ്റൈൽ ആർക്കുകളുമെല്ലാം ഒരു കൊളോണിയൽ ചർച്ചിൻ്റെ ഫീലാണ് തരുന്നത്. മെറ്റീർ മെമ്മോറിയൽ ചർച്ചിൻ്റെ ചരിത്രം പറയുന്നതിന് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. 1800-കളിൽ ദക്ഷിണ തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റന്റ് മിഷനറീസിനെ ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്പോൺസർ ചെയ്തു. അവരുടെ മിഷൻ തിരുവനന്തപുരത്ത് വെച്ച് ബാക്കിയുള്ള ദക്ഷിണ മേഖലയിൽ പടർന്നു പന്തലിച്ചു. തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് ഏരിയയിലെ ബ്രിട്ടീഷ് ട്രൂപ്പിലേക്ക് റെവറൻ ചാൾസ് മീഡിനൊപ്പം 4 മിഷനറീസ് എത്തുന്നു. ഇവരിൽ ഒരാളായിരുന്ന റെവറൻ ജോൺ കോക്സിനെ തിരുവനന്തപുരം മിഷനു വേണ്ടി അപ്പോയിന്റ് ചെയ്തു. എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ തിരുവനന്തപുരത്ത് പ്രേതബാധയുണ്ടെന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന കണ്ണമ്മൂലയിലെ ഒരു കുന്ന് ഈ ദൗത്യത്തിനായി വിട്ടുകൊടുത്തു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ തിരുവനന്തപുരം സിറ്റി മിഷൻ കണ്ണമ്മൂലയിൽ സ്ഥാപിച്ച റെവറൻ ജോൺ കോക്സിന് ശേഷം സിറ്റി മിഷന്റെ ചുമതല എത്തിയത് പാസ്റ്റർ സാമുവൽ മെറ്റീറിലേക്കാണ്. കരുണയും അസാമാന്യ പാഠവുമുള്ള ഒരാളായിരുന്നു റെവറൻ സാമുവൽ മെറ്റീർ. അദ്ദേഹം രചിച്ച ദ ലാൻഡ് ഓഫ് ചാരിറ്റി, ഗോസ്പൽ ഇൻ സൗത്ത് ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങൾ ഇപ്പോഴും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്നതാണ്. 1850-കളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന LMS ക്രിസ്തീയ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ അപ്പോഴത്തെ കന്റോൺമെന്റ് ചർച്ചിന് കഴിയാതെ വന്നപ്പോഴാണ് സാമുവൽ മെറ്റീറിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ഡേവിഡ്സൺ കോമ്പൗണ്ട് 1866-ൽ വാങ്ങിയത്. അതാണ് ഇന്നത്തെ LMS കോമ്പൗണ്ട്. അങ്ങനെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ 100ഓളം വിദേശികളുടെ സ്വദേശികളുടെ സംഭാവന ഉപയോഗിച്ച് 1906-ൽ പള്ളിയുടെ പണി പൂർത്തിയായി. റെവറൻ സാമുവൽ മെറ്റീറിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പള്ളിക്ക് മെറ്റീർ മെമ്മോറിയൽ ചർച്ച് എന്ന് പേരിട്ടിരിക്കുന്നത്. റെവറൻഡ് ജോൺ M. കേസരിയായിരുന്നു പുതിയ പള്ളിയുടെ ആദ്യ പാസ്റ്റർ. 2006-ൽ 100 വർഷം പൂർത്തിയാക്കിയ LMS ചർച്ച് ഇന്നും ഒരു കേടുപാടുകളും കൂടാതെ പ്രൗഢിയോടെ നിൽക്കുന്നു. ന്യൂ ഇയർ ട്രിവാൻഡ്രം സീരീസിലെ എല്ലാ വീഡിയോസിൻ്റെയും സോഴ്സും ക്രെഡിറ്റ്സും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വീഡിയോസിൽ അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ റെസ്പെക്ട്ഫുള്ളായിട്ട് കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്.